ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ആശുപത്രി പോകുന്ന ഒരു വ്ളോഗാണ്. വേറെ ആയിരിക്കുമല്ല, എനിക്കൊരു ഒരാഴ്ചയോളമായിട്ട് നല്ല പല്ല് വേദനയുണ്ട്. ഒന്ന് റൂട്ട് കനാൽ ചെയ്ത പല്ലും വേദനയുണ്ട്, അല്ലാത്തൊരു പല്ലും വേദനയുണ്ട്. മൊത്തം പല്ല് വേദനയാണ്. പറഞ്ഞിട്ടെന്ത് കാര്യം, തിന്നൽ വല്ലതും കുറക്കണ്ടേ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കുറച്ച് കേട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇച്ചുവിനെ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് നേരെ ആശുപത്രിയിലോട്ട് ഞാൻ പോയി. ഇച്ചു അമ്മയും നേരെ അമ്മേൻ്റെ ബേക്കറിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ മുകളിലെത്തുമ്പോഴേക്ക് ഒ പി ടിക്കറ്റിന് ഒടുക്കത്താൾ ഞാൻ നേരെ താഴെ പോയിട്ട് താഴ്ന്ന് ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് മുകളിൽ വന്നു. 4ാമത്തെ ടോക്കൺ കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഡോക്ടർ നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഡോക്ടർ വന്ന് പെട്ടെന്ന് കാണിച്ച് താഴെ വന്ന് ഗുളികയൊക്കെ മേടിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു റൂട്ട് കനാൽ ചെയ്ത ഡോക്ടറുടെ അടുത്ത് തന്നെ പോയി കാണിക്കണം, പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നേരെ ആ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ആ ഡോക്ടറാണെങ്കിൽ 11 മണിക്കേ വരുള്ളൂ. എൻ്റെ അമ്മ, ഞാനാണെങ്കിൽ 9:30 അവിടെ എത്തി. അത്രയും സമയം വെയിറ്റ് ചെയ്ത് താഴെ പോയിട്ട് കുപ്പിയും വെള്ളവും മേടിച്ചിട്ട് ആ വെള്ളവും കുടിച്ച് അവിടെ ഡോക്ടറെ കാത്തിരുന്നു. ഒരു 1.5 മണിക്കൂറോളം ഞാൻ കാത്തിരുന്നു. 11 മണിക്കും എത്തിയില്ല, 11:30 എത്തിയത്. അവസാനം ഡോക്ടറെ കാണിച്ചു. ഇനിയും പല്ലൊന്നൊക്കെ ഒന്ന് അഴിച്ച് പണിയാനുണ്ട്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് കടിയൊക്കെ മേടിച്ച് എന്തായാലും തിന്നലിന് കുറവൊന്നും ഉണ്ടാവില്ല. അത് നേരെ ബസ്സിൽ കയറിയിട്ട് ഇനി നേരെ നമുക്ക് ഇച്ചുവിനെ പോയി കൂട്ടണം. അപ്പോഴേക്ക് പൊരിഞ്ഞ വെയിലായിട്ടുണ്ട് ഗൈസ്. ഇനി പല്ലിലൊരു താജ്മഹലൊക്കെ പണിയാനുണ്ട് അത്രേ. ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചുവിനെ നോക്കുമ്പോൾ ഇച്ചുതാ ഉള്ളിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ഇച്ചുവിനെ വിളിച്ചു. ഇച്ചു എന്നെ കണ്ട സന്തോഷത്തിൽ ഓടി വന്നു. എനിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നേരെ അവനൊരു കേക്കൊക്കെ കൊടുത്തു ഞാൻ. എന്നിട്ട് പിന്നെ അവൻ തുടങ്ങി പോവാന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന്. ഇതാണ് അമ്മ പണിയെടുക്കുന്ന ബേക്കറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇച്ചുവിനെയും കൂട്ടിയിട്ട് മല്ല ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ നടത്തി. ഇവൻ നേരത്തെ പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിലെത്തി ഒരു 20 മിനിറ്റോളം നമ്മൾ ബസ്സിന് വേണ്ടി കാത്തു നിന്നു. പക്ഷേ ഇച്ചുമ്പോൾ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്നിന് കേട്ടോ. കൊടുത്തക്കളൊന്നും ഉണ്ടായില്ല. അങ്ങനെ നേരെ ബസ് വന്ന് ബസ്സിൽ കയറി പിന്നെ നേരെ ഇനി വീട്ടിലോട്ട്. പൊരിഞ്ഞ വെയിലാണ്, അതായത് ഞാൻ കുടയും എടുത്തിട്ടില്ല ഗൈസ്. അങ്ങനെ ആ വെയിലത്ത് ഞാനും എൻ്റെ ഇച്ചു നടന്ന് വീട്ടിലെത്തി. ചോറൊക്കെ തിന്നൊന്ന് കിടന്നുറങ്ങണം. ബൈ.